ഹലോ ഫ്രണ്ട്സ്, ഇന്നേ നമുക്ക് സ്വാദേറിയ ചിക്കൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കി നോക്കാം. 1 സ്പൂൺ മുഴുവൻ മല്ലി, 1/2 സ്പൂൺ ഉലുവ, 1/2 സ്പൂൺ ജീരകം, 1 സ്പൂൺ പെരുംജീരകം, കുറച്ച് കുരുമുളക് മണി, കുറച്ച് കറിവേപ്പില, കാശ്മീരി വറ്റൽമുളക് 4. ഇതെല്ലാം ചേർത്ത് നന്നായി വറുത്തെടുക്കുക. വറുത്ത് വെച്ചത് തണുത്തതിന് ശേഷം ഒരു മിക്സിയിലിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ തൈര്, 1 സ്പൂൺ പുളി പിഴിഞ്ഞത്, കുറച്ച് ഉപ്പും ചേർത്ത് അരച്ചെടുക്കുക. അരച്ച് വെച്ച മസാല പേസ്റ്റ് നമുക്ക് ഈ ചിക്കനിലോട്ട് ചേർക്കാം. അരച്ച് വെച്ച മസാല പേസ്റ്റ് ചിക്കൻ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് തിരുമ്മിയെടുക്കുക. എന്നിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വലിയ 2 സ്പൂൺ നെയ്യ് വേണം. കുറച്ച് നെയ്യ് കൂടുതൽ വേണ്ടി വരും നമുക്ക്. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ച് വെച്ചിരിക്കുന്നത് ചേർക്കണം. അതിലേക്ക് മീഡിയം സൈസ് 2 സവാള ആഡ് ചെയ്യുക. കുറച്ച് നേരം വഴറ്റുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. സവാള ഒരുവിധം ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റേണ്ടതുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. സവാള ഏകദേശം വഴണ്ട് കഴിഞ്ഞു. ഇതിനിടയ്ക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തോളാം കേട്ടോ. അപ്പോൾ സവാള പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് മസാല പുരട്ടി വച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വഴറ്റിയാണ് ഇതിലെ വെള്ളം ഒക്കെ മാറ്റി സവാളയും നല്ല വഴണ്ട് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇതൊരു 15 മിനിറ്റിന് ശേഷമുള്ളതാണ്. കുറച്ചുകൂടി ചിക്കൻ വേവാനുണ്ട്. ശരിക്കും ഇതൊരു മാംഗ്ലൂർ ഡിഷാണ്. നല്ല സ്പൈസി ഇഷ്ടമുള്ളവർക്ക് ഇത് വളരെ ഇഷ്ടമാകും. ഞാൻ അധികം വറ്റൽമുളക് ചേർത്തിട്ടില്ല. ഇതിൽ നല്ല വറ്റൽമുളക് ചേർത്താണ് ഉണ്ടാക്കുന്നത് സാധാരണ. കുട്ടികൾ കഴിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വറ്റൽമുളകിൻ്റെ അളവ് കുറച്ചത്. സ്പൈസി ആയിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇതെല്ലാം മുളകിൻ്റെ അളവൊക്കെ ഡബിളാക്കി ചെയ്യാവുന്നതാണ്. ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ സീസണിങ് കൂടിയുണ്ട്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റുക. അതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുകയാണ്. 1 സ്പൂൺ ശർക്കര. അതും കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ആ സീസൺ ചെയ്ത മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ശർക്കര,
എന്നിവ ഇതിനകത്തേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായി ഇളക്കിയെടുക്കുക. നമ്മുടെ ചിക്കൻ ഗീ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.